ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ? എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ് എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഓരോ ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിലാട്ടോ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമ്മളൊരു 4.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്ന നെക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം 6 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ടു. ഇതാണ് ഹാം ഹോള്. ഞാൻ ഇവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് അളവൊക്കെ നോക്കിയെടുത്താൽ മതിയെ. അതിനുശേഷം സ്കെയിൽ എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ആട്ടോ വേണ്ടത്. എനിക്കിവിടെ ശരിക്കും 8.5 മതി. ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരയ്ക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു അളവൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഞാനിവിടെ 17 മാർക്ക് ചെയ്തിട്ട് അവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷേപ്പിൻ്റെ അവിടെ ഞാനൊരു 9 ആട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ശരിക്കും ഒരു ഷോർട്ട് കുർത്തി ആയിട്ടാട്ടോ ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ കറക്റ്റ് 1 മീറ്റർ തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു നോർമൽ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു 2 മീറ്റർ കറക്റ്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത ശേഷം നെക്കാട്ടോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 5.5 5.25 ആവും. നെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് അളവിലൊക്കെ നെക്കൊക്കെ മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആം ഹോളും അതുപോലെ തന്നെ ആ ഷേപ്പ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ നെക്ക് ഇപ്പോഴല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ലൈനിങ് ഇതുപോലെ നല്ല തുണീൻ്റെ മേലെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാനിവിടെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തത് 32 ഇഞ്ചാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഷോർട്ട് കുർത്തി ആയിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ കുർത്തീൻ്റെ ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ സ്ലീവും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ പ്ലേ ചെയ്യാൻ മറന്നുപോയി. സ്ലീവിൻ്റെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ നെക്ക് ക്യാൻവാസ് ഷീറ്റിലാട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് ഷീറ്റിൽ നേരത്തെ മാർക്ക് ചെയ്ത് വരുന്ന നെക്കാട്ടോ മാർക്ക് ചെയ്യുന്നത്. അതായത് 2.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളത്തിലും ഇതുപോലെ ക്യാൻവാസ് 2 മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലത്തെ ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്ത് നെക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ക്യാൻവാസ് ഷീറ്റൊക്കെ മേടിച്ചിട്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ അത്രയും റേറ്റ് ഒന്നും വരുന്നില്ല. ഒരു ഷീറ്റിനാകെ 20 രൂപ ആ റേറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. നെക്കിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് നെക്കാട്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പിൽ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കറക്റ്റ് നോക്കിയാൽ മതി കേട്ടോ. മാർക്ക് ചെയ്യുന്ന അളവൊക്കെ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്യാൻവാസ് ഷീറ്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം പേന കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇതുവരെ എൻ്റെ ശരിയായിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ക്യാൻവാസിൽ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അതിനുശേഷം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിൽ തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു ചെറിയ പീസ് ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബാക്കിൽ ചെറിയൊരു യു നെക്കാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ യു ഷേപ്പിൽ ഞാൻ ഇതും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ക്യാൻവാസ് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഇതുപോലത്തെ 2 പീസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ 2 നമ്മൾ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ കുർത്തീൻ്റെ ഫുൾ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇനി അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.